അഖി, കൊല്ലാൻ നോക്കിയവളുടെ അടുത്തേക്ക് വീണ്ടും ചെന്ന പിന്നെ അവള് കൊല്ലാനേ നോക്കൂ. അതുകൊണ്ട് പോണ്ട, നിന്നെ ഞാൻ വിടില്ല. അമ്മേ, ഒരു പ്രാവശ്യം എനിക്ക് എന്റെ മനസ്സൊന്ന് ശുദ്ധാക്കാൻ വേണ്ടിയാ. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, ഞാൻ അതിന് സമ്മതിക്കില്ല. ഒന്നാമത് അവളും കുടുംബവും പകയോടെ കാത്തിരിക്കുക. നീ അവരുടെ മുന്നിലേക്ക് ഇനി ചെല്ലണ്ട. അമ്മേ, അഖി, ഞാൻ പറയുന്നതൊന്ന് അനുസരിക്കും. അതാ നിനക്ക് നല്ലത്. എന്റെ രോഗം ഇനി കൂട്ടരുത്. ഇനി ഞാൻ വീണാലുണ്ടല്ലോ, മരണം ഉറപ്പാ, പറഞ്ഞേക്കാം. അമ്മേ, അമ്മേ, അമ്മേ. സന്തോഷം മനസ്സിൽ കിടന്നിങ്ങനെ തിളക്കിയ നല്ല പാൽ പായസം പോലെ. എനിക്ക് തുള്ളിച്ചാടാന്നൊക്കെ തോന്നുകയാ. എന്റെ പൊന്നരുന്തതി, തുള്ളിച്ചാടുകയോ തല കുത്തി മറിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ലഡു വായിലിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചാലുണ്ടല്ലോ, ചുമച്ച് തലേ കേറും. ചുമച്ച് തലേ കയറിയാലും എനിക്ക് ഒരു ചുക്കുമില്ല. ഇത്രയും വലിയ സന്തോഷമുള്ളൊരു വാർത്ത അറിഞ്ഞില്ലേ? അപ്പൊ ചിരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അഖിൽ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിരിക്കുന്നു. ആ വിവാഹബന്ധം 8 നിലയ്ക്ക് പൊട്ടി. എന്റെ വലിയൊരു മോഹമായിരുന്നതി പൂവണിഞ്ഞത്. ആ ഇടയ്ക്കയുടെ മകള്, ആ അമ്പലവാസി, അവള് എന്നേക്കുമായി ഔട്ട്. അവളുടെ വിക്കറ്റ് തെറിച്ചില്ലേ? അവളുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. എനിക്ക് പൊട്ടിക്കരയാൻ തോന്നുകയാ ഐശ്വര്യ. എന്നാ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നിട്ട് പൊട്ടിക്കരേ, നാട്ടുകാരോട് കേക്കട്ടെ. അവളുടെ മുഖഭാവം ഇപ്പൊ എങ്ങനെയുണ്ടാവോ ഐശ്വര്യ? അത് എനിക്ക് ഒന്ന് കാണണം അരുന്ധതി. ആ, ഒരു കാര്യം ചെയ്യാം. അവളോടൊരു ഫോട്ടോ എടുത്ത് അത് നമുക്ക് അയച്ചു തരാൻ പറയാം. എനിക്ക് അവളുടെ ഫോട്ടോ പോലും കാണണ്ട, ജന്തു. ഞാൻ ഈ ജന്മത്തെ ഇത്രയും വെറുക്കുന്ന വേറൊരു മുഖമില്ല. പക്ഷേ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവളെ അവിടുന്ന് ഒന്ന് പുകച്ച് പുറത്തു ചാടിക്കാൻ നമ്മൾ എത്ര കഷ്ടപ്പെട്ടു. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അയ്യോ, ശിങ്കിടി മുങ്കന് ഒരു വഴിപാടുണ്ടായിരുന്നു. അത് ഉടനെ കഴിക്കണം. ചിങ്കിടി മുങ്കനോ? എന്താ അത്? പാടവരമ്പിലിരിക്കുന്ന ഒരു ദൈവം. കള്ളും കാളയിറച്ചിയോ ആ വഴിപാട്. സകല ദൈവങ്ങൾക്കും ഞാൻ വഴിപാട് കഴിപ്പിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഒടുവിൽ ഞാൻ ഈ ചിങ്കിടി മുങ്കൻ ദൈവത്തിന് ഒരു വഴിപാടങ്ങ് നേർന്നു. ആ വഴിപാടാ ഏറ്റതെന്ന് തോന്നുന്നു. എന്തായാലും അവൾ ആനന്ദ നിലയത്തിന്ന് എന്നേക്കുമായി പുറത്തായില്ലേ? ആ അതെ ഐശ്വര്യ, അഖിലിന് എന്തെങ്കിലും ദുഃഖം പോലെ കാണുന്നുണ്ടോ? അവൻ എന്ത് ദുഃഖം? അവന്റെ മുഖത്ത് ഒരു വെളിച്ചം കാണുന്നതേ അവള് പോയതിനു ശേഷമാ. ഇത്രയും നാളും അവന്റെ മുഖത്ത് ഇരുട്ടായിരുന്നു, അവളെ പോലെ. അല്ല, ദുഃഖമൊന്നും കാണാൻ പാടില്ല. കാരണം എന്റെ മകള് വിസ്മയ അവന്റെ ഭാര്യയായി അങ്ങോട്ട് വരികയല്ലേ. അവൻ ഏത് നേരവും ശ്യാമ ശ്യാമാന്ന് ഓർത്തോണ്ടിരുന്നാലേ എന്റെ പ്ലാനങ്ങ് മാറും. അതിന് അവനെ കെട്ടാൻ പോകുന്നത് വിസ്മയല്ലേ അരുന്ധതി? ശരിയാ, അവള് കൈകാര്യം ചെയ്തോളൂ അവനെ. വേണമെങ്കിലേ ചുരിദാറിന്റെ ഷോളിൽ കെട്ടിയിടും. കമാന്നൊരക്ഷരം മിണ്ടിക്കില്ല. അല്ല, ചോദിക്കാൻ വിട്ടുപോയി, വിസ്മയ എവിടെ പോയതാ? ഈ സന്തോഷ വാർത്ത അറിഞ്ഞ ഉടനെ അവള് കൂട്ടുകാരെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ പോയി. ഇപ്പൊ വരും. താമസിയാതെ അഖിയും വിസ്മയും തമ്മിലുള്ള കല്യാണം നടത്തണം. അത് തണുക്കാൻ പാടില്ല. എവിടെ തണുപ്പിക്കുന്നു? വളരെ വേഗം നടത്തണം. ഈ വിവേകമായിട്ടുള്ള ആലോചന
ഏത് വിവേക്? അവനോട് പോവാൻ പറ. താളവും ഇല്ല ബോധവും ഇല്ലാതെ വെള്ളി വീഴുന്ന ഒരു പാട്ടുകാരൻ. അവനെ ഒന്നും വിസ്മയ്ക്ക് വേണ്ട. അഖിലിനെയാണ് അവൾക്ക് വിധിച്ചിരുന്നത്. അത് മതി. അതെ, ജഗനങ്ങളുടെ വീട്ടില് പാർട്ടിക്ക് വിളിച്ചിരിക്കല്ലേ, പോണ്ടേ? പിന്നെ പോണ്ടേ? ഞാൻ റെഡിയായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? ഞാനും റെഡിയാ. വാ പോവാം നമുക്ക്. വാ. ആ, ഞാൻ വരണ്ടേ ജഗനങ്ങളുടെ വീട്ടിലേക്ക്? മദ്യപാന സൽക്കാരമായിരിക്കും, നീ വരണ്ട. ആ, ഞാൻ അതിനെ കുടിക്കാതിരുന്ന പോരെ? ഈ സന്തോഷത്തിൽ എനിക്കും പങ്കുചേരണം. നീ ഇവിടെ ഇരുന്നേ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാരെയും വിളിച്ച് ആഘോഷിച്ച് അർമാദിക്ക്. ഞങ്ങൾ പോയി തകർത്തിട്ട് വരാം. ഫുഡൊക്കെ ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരാം. അപ്പൊ ഓക്കെ. എന്റെ ചക്കര കുട്ടി. നമ്മൾ വിരിച്ച വലകളിൽ നിന്നല്ല അവള് പല പ്രാവശ്യം നൈസായിട്ട് അങ്ങ് വഴുതി മാറി. ഒടുവിൽ ഈ മത്സ്യബന്ധനക്കാരൊക്കെ വിരിക്കുന്ന രീതിയിലുള്ള ഒരു പെരുവല അങ്ങോട്ടിട്ടു. അതില് അവള് കുടുങ്ങി. ഇതിനെയാണ് ഓമനിച്ച കൈകൾ കൊണ്ടുള്ള ഉദകക്രിയ എന്ന് പറയുന്നത്. ഡിവോഴ്സ് പേപ്പറിൽ എന്തായാലും അവൻ ഒപ്പിട്ടു. അവൾ എന്നേക്കുമായി അവന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ലല്ലോ ജഗൻ. നമ്മുടെ ഗൺ പോയിന്റിൽ ശ്യാമയില്ലല്ലോ. ഇല്ല, ശ്യാമയെ അഖിലിന്റെ ഭാര്യയാക്കിയാൽ വസുന്ധരയുടെ മാനസിക നില തകർക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ആ കാറ്റ് ഏശാതെയും വേണ്ട രീതിയിൽ വീശാതെയും പോയി. ചില സ്ത്രീകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ പരിപ്പ് ആ കലത്തിൽ വെന്തില്ല. ജഗനിന്ന് വല്ലാതെ വാചാലനാകുകയാണല്ലോ. സന്തോഷം കൊണ്ടായിരിക്കും അല്ലേ? സന്തോഷം കൊണ്ട് തന്നെയാണ് മായ. നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോ സന്തോഷമില്ലാതെ വരുമോ? പിന്നെ ഈ കുടിക്കുന്നതേ ലഹരി കിട്ടാൻ വേണ്ടിട്ട് മാത്രമല്ല. ഇതുപോലെയുള്ള സന്തോഷ നിമിഷങ്ങളിൽ പിന്നെ മസാല ദോശ മേടിച്ച് കഴിക്കാൻ പറ്റൂ. ഈ ലഹരിയേക്കാളും വലിയ ലഹരിയാ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, വസുന്ധരയാണ് നമ്മുടെ ശത്രു. അവളെ കരയിക്കാൻ എന്താ ഒരു മാർഗം? വസുന്ധരയെയും അഖിലിനെയും ഒക്കെ ഇല്ലാതാക്കാനുള്ള ആയുധങ്ങളല്ലേ നമ്മൾ ഈ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐശ്വര്യയും അരുന്ധതിയും വിസ്മയയുമാണ് ഈ ജഗന്നാഥന്റെയും മായയുടെയും ചതുരംഗ പലകയിലെ കരുക്കൾ. സൗബലനായ ശകുനിയുടെ കൈകളിലെ പകട പോലെ ഈ ജഗന്നാഥന്റെ കൈകളിലെ കരുക്കളാണ് ഇനി അവർ മൂന്നുപേരും. ഇവർ മൂന്നുപേരെ കൊണ്ട് ഞാൻ ആനന്ദ നിലയം ഒരക്കില്ലമാക്കും. എന്നിട്ട് കത്തിക്കും. പുത്രവധുവിന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന സ്ലോ പോയിസൺ കഴിച്ച് കഴിച്ച് വസുന്ധര ഒടുങ്ങും. കാരണം വിസ്മയയാണ് ഇനി അഖിലിന്റെ സപത്നി. നാവിൽ നിന്നും മുതിരുന്ന വാക്കുകളെ ഈ സ്കോച്ച് സാഹിത്യ ഭംഗിയുള്ളതാക്കും. ഞാനാണെങ്കിൽ നേരത്തെ ഒരുപാട് വേൾഡ് ക്ലാസിക്കുകളൊക്കെ വായിച്ചിട്ടുമുണ്ട്. വരുന്നുണ്ട് ജഗന്നാഥന്റെ മായയുടെയും ചാവേറുകൾ. ഗുഡ് ഈവനിങ്. വരണം വരണം. ഗാനഭൂഷണത്തിനും മിസ് കേരളയ്ക്കും സ്വാഗതം. ആഹാ, സന്തോഷം കൊണ്ട് ജഗന്നാഥൻ സാർ എന്താ കവിയായിട്ട് മാറിയോ? സന്തോഷത്തിന് പുറമെ സ്കോച്ചും ഉണ്ട്. ക്രൗഞ്ചമിഥുനങ്ങളെ അമ്പെയ്ത് വീഴ്ത്തിയ നിഷാദിനെതിരെ പാടിക്കൊണ്ടല്ലേ ആദികാവ്യം രചിക്കപ്പെട്ടത്. ഈ ജഗന്നാഥനും ഒരു നിഷാദനായി മാറുകയാണ്, അല്ലെങ്കിൽ മാറ്റുകയാണ് ചുറ്റുപാടുകൾ. എന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ?
ഇത് ആനന്ദ നിലയത്തിൽ നിന്നും ശ്യാമയെ പറഞ്ഞു വിട്ടതിന്റെ ആനന്ദ പാർട്ടിയാ. ഐശ്വര്യയും അരുന്ധതിയും ഈ സന്തോഷത്തിൽ പങ്കുചേരും. ഒരു അല്പം ലിക്വർ. സന്തോഷത്തിനാ തരുന്നെങ്കിൽ എനിക്ക് ലിക്കറൊന്നും വേണ്ട. വൈൻ വേണമെങ്കിൽ ഞാൻ കുറച്ച് കുടിക്കാം. Cheers. ജഗന്നാഥൻ അങ്കിളിന് എന്റെ അഭിനന്ദനങ്ങൾ. അവളെ ആനന്ദ നിലയത്തിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കിയതിന്. താങ്ക് യു ഐശ്വര്യ. അവളെ അവിടെ നിന്നും പുറത്താക്കിയതിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രം ഉള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാ. എനിക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാ. ഈ സന്തോഷം പങ്കുവെക്കാനാ ഞാൻ ഇവിടേക്ക് വന്നത്. സമയം ഒരുപാട് വൈകി. വീട്ടിൽ അരുൺ തിരക്കും, അതുകൊണ്ട് ഞാൻ പോവാ. മയന്തി, എന്നാ ഞാൻ പോവാണേ. ശരി. അരുന്ധതി. ഓക്കെ ഐശ്വര്യ, നിന്റെ ഭർത്താവ് ഒന്ന് തിരക്കി ഇനി അതൊരു സീനാവണ്ട. നീ ചെല്ല്. ശരി. കേട്ടോ അരുന്ധതി, ഈ ഐശ്വര്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കറിവേപ്പിലയാ. കറിവേപ്പില ഇടുക, കറിക്ക് രുചി വരുമ്പോ വേപ്പില എടുത്ത് ദൂരെ എറിയ. ഈ ഐശ്വര്യ അവളുണ്ടല്ലോ, സയനൈഡ്. ആ സയനൈഡ് നമുക്ക് വേണം. നമ്മുടെ ശത്രുക്കളെ നമുക്ക് വകവരുത്താം. അതെ, ഇനി അങ്ങോട്ട് എല്ലാ കാര്യത്തിനും നമ്മൾ 3 പേരും ഒറ്റക്കെട്ടാ. അതിനെന്താ സംശയം? ആ പോയ പൊട്ടാസ്യം സയനൈഡിന്റെ സഹായത്തോടെ വിസ്മയ അഖിലിന്റെ ഭാര്യയായി ആനന്ദ നിലയത്തിലേക്ക് പ്രവേശിക്കുന്നു. അതെ. പിന്നെ എന്താണ് വേണ്ടത്? ജഗന്നാഥ് സാർ പറയും. ആനന്ദ നിലയം ഭാവിയിൽ ഈ GS അരുന്ധതിയുടെ കൈകളിലേക്ക് വരണം. അതിനെന്താണ് വേണ്ടത്? വർമ്മയുടെ കുടുംബം തകരണം. വർമ്മയും വസുന്ധരയും നാടുവിട്ടു പോവുകയോ അപകടത്തിൽ മരണപ്പെടുകയോ വേണം. അഖിലും വിസ്മയയും ഒഴികെ ബാക്കി എല്ലാവരും ആനന്ദ നിലയത്തിൽ നിന്നും പുറത്താവണം. അതിന് നമ്മളെ സഹായിക്കാൻ വിസ്മയയെ സജ്ജമാക്കണം. ജഗന്നാഥ് സാർ മായയും പേടിക്കണ്ട. എന്റെ മകള് ഞാൻ പറയുന്നതേ അനുസരിക്കൂ. അവളെല്ലാവരെയും തകർത്ത് ആനന്ദ നിലയത്തിൽ ഒരു രാജകുമാരിയായിട്ട് ജീവിക്കും. യാതൊരു സംശയവും വേണ്ട. ആദ്യം തകർക്കേണ്ടത് ആ വസുന്ധരയാണ്. വസുന്ധരയെ എങ്ങനെ കൊല്ലണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, അവളത് ചെയ്തിരിക്കും. എങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് കിടക്കാം. ഓക്കെ. ഒഴിക്കുമായ ദീപം. ഇന്ന് ഏട്ടനും അനിയനും ഒരേ സമയത്ത് ഒരുമിച്ചാണല്ലോ വന്നു കയറുന്നത്. അത് തികച്ചും യാദൃശ്യമാ. ഞങ്ങൾ രണ്ടുപേരും 2 ഓഫീസുകളിൽ നിന്ന് വരുന്നത്. ഏട്ടത്തി, ഞാൻ ഓഫീസ് വിട്ട് വരുമ്പോ ഏട്ടന്റെ കാറ് മുമ്പേ പോകുന്ന കണ്ടു. പിന്നെ ഞാൻ ഏട്ടനെ ഫോളോ ചെയ്തു. ചായ എടുക്കട്ടെ? എനിക്കിപ്പോ വേണ്ട. നിനക്ക് വേണോടാ? ഏട്ടത്തി, എനിക്ക് ചായ വേണ്ട, ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടിയ നന്നായിരുന്നു. എടുത്തുണ്ടോ?
ആ മക്കള് വന്നോ? ഏട്ടാ നമ്മുടെ അമ്മയ്ക്ക് ഇന്നെന്ത് വലിയ സന്തോഷമുള്ള പോലെ. സന്തോഷം ഉണ്ടടാ. വസുന്ധരെ, ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. എന്റെ ഇളയ മകൻ, അമ്മേ, ഇളയ മകൻ ഞാനല്ലേ? ആ എന്റെ കുഞ്ഞു മകൻ. ആ അങ്ങനെ പറയേ. ഞാൻ മൂത്ത മകൻ, ദൈവൻ ഇളയ മകൻ, അഖി. അഖി പൊന്നോമന പുത്രൻ കുഞ്ഞുമകൻ. ആ കുഞ്ഞു മകൻ കല്യാണത്തിന് തയ്യാറാണെന്ന് സമ്മതിച്ചു. ആഹാ, വെരി ഗുഡ്. അല്ലമ്മേ, ആരാ കുട്ടി? അതിനിപ്പോ അങ്ങനെ അന്വേഷിച്ചു പോണ്ട കാര്യമൊന്നുമില്ലല്ലോ. വിസ്മയ തന്നെ. വിസ്മയോ? ആ ഗാനഭൂഷണത്തിന്റെ മകള് കേരളഭൂഷണോ? അല്ല അമ്മേ, വിസ്മയെ കല്യാണം കഴിക്കാന്ന് അഖി സമ്മതിച്ചോ അമ്മേ? സമ്മതിച്ചു. അവള് വന്ന ഈ തറവാടൊന്ന് കൊഴുക്കും. എനിക്കൊരു പേടിയുണ്ടായിരുന്നു അവ സമ്മതിക്കുമോന്ന്. പക്ഷേ വിചാരിച്ച പോലൊന്നും അല്ല. അവന് ഒരു എതിരും പറഞ്ഞില്ല. അത് വളരെ നല്ല കാര്യം തന്നെയാ. അല്ലമ്മേ, ഈ സെക്കൻഡ് മാരേജ് എന്നുള്ളതിൽ അരുന്ധതിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഏയ്, അവർക്ക് 100 വട്ടം സമ്മതം. പിന്നെ ഇവിടെ ഇപ്പൊ 8ഉം 10ഉം കെട്ടിയവര് നടക്കുന്നു. പിന്നെയല്ലേ 2ാം കെട്ട്. അതുമാത്രമല്ല, വിസ്മയെ സംബന്ധിച്ചിടത്തോളം മോഹിച്ചിട്ട് നടക്കാതെ പോയൊരു കാര്യമല്ലേ നടക്കാൻ പോകുന്നേ. ഓ, അങ്ങനൊരു കാര്യമുണ്ടല്ലേ? എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. അതെ, ഇനി അവന്റെ മനസ്സ് മാറാൻ ഇട കൊടുക്കരുത്. ഏയ്, ഇനി അവന്റെ മനസ്സൊന്നും മാറില്ല. ഈ കല്യാണം ഒന്ന് വേഗം നടന്നാൽ മതിയായിരുന്നു. അവന്റെ ജീവിതം ഒന്ന് സ്വസ്ഥമാവല്ലോ. അതെ, കുറച്ച് നാളുകളായി അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്റെ മനസ്സ് നോവുമായിരുന്നു. അവൻ നിഷ്കളങ്കനല്ല ഏട്ടാ. ജീവനെ പോലെ സ്നേഹിച്ചവർ ചതിക്കുമ്പോൾ അവന് അതൊന്നും താങ്ങാനുള്ള കരുത്തില്ല. ഇനി നല്ലൊരു മുഹൂർത്തം നോക്കണം. അതാ ആദ്യം ചെയ്യേണ്ടത്. അല്ലമ്മേ, അച്ഛനെ അറിയിക്കണ്ടേ? അച്ഛന്റെ പെർമിഷൻ കിട്ടിയിട്ട് വേണ്ടേ ഈ കല്യാണ ആലോചനയായിട്ട് മുന്നോട്ട് പോവേണ്ടത്? ആനന്ദേട്ടനോട് ഫോണിൽ ഇക്കാര്യം ഞാൻ സംസാരിച്ചു. ആനന്ദേട്ടനെതിരൊന്നുമില്ല. അല്ല, അരുന്ധതിയുടെ മകൾ വിസ്മയുമായിട്ടാണ് അഖിയുടെ വിവാഹം നടത്തുന്നതെന്ന് അമ്മ അച്ഛനോട് പറഞ്ഞോ? പറഞ്ഞു. എന്താ, അമൃതയ്ക്ക് വിശ്വാസമായില്ലേ? അല്ല, അതുകൊണ്ടല്ലമ്മേ. ഈ അരുന്ധതിയും വിസ്മയും അച്ഛനത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാ. അരുന്ധതി എന്ന് കേട്ടാലേ ആനന്ദിന് പിശാശു കുരിശ് കണ്ട പോലെയാ. ഇഷ്ടപ്പെടാതിരിക്കാൻ അരുന്ധതിയും വിസ്മയൊന്നും ആനന്ദ നിലയത്തിന് ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് ശരിയാ. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. അത് നല്ലൊരു ബന്ധമാ. എത്രയും പെട്ടെന്ന് എന്നെ കല്യാണം നടത്തണം, അത്രേ ഉള്ളൂ, അല്ലേ? അല്ല, കല്യാണം നടത്തണമെങ്കിൽ വിവാഹമോചനത്തിന് ശ്യാമ കൂടി സമ്മതിക്കണ്ടേ? ആ, അതും ശരിയാ. അവള് സമ്മതിക്കും. ഇല്ലെങ്കിൽ നമ്മൾ സമ്മതിപ്പിക്കുമല്ലോ. നമുക്ക് വിവാഹകാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. കല്യാണ ദിവസം അടുക്കുമ്പോഴേക്കും ആനന്ദേട്ടനിങ്ങി വരുമല്ലോ. നിങ്ങളെന്നാ ചെല്ല്. വാടാ. അച്ഛന്റെ അനുവാദം ഇല്ലാതെ ഈ കല്യാണം നടത്തും. അത് മറ്റൊരു പകരം വീട്ടല.